ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരായ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വാദം തള്ളാതെ വിദഗ്ധ സമിതി. സിസ്റ്റത്തിന് പ്രശ്നമുണ്ടെന്നും ഉപകരണങ്ങൾ എത്താൻ കാലതാമസമുണ്ടാകുന്നുവെന്നും വിദഗ്ധ സമിതി. ഉപകരണങ്ങൾ വാങ്ങുന്ന പ്രക്രിയ ഏറെ സങ്കീർണമെന്നും നടപടിക്രമങ്ങളിലെ നൂലാമാലകൾ ഒഴിവാക്കണമെന്നും റിപ്പോർട്ട്. ഹാരിസിനെതിരെ നടപടി വേണ്ടെന്നും സമിതി. റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. വിവരങ്ങളുമായി അഷിൻ ഡിയാഗോ ചേരുന്നു. അഷിൻ, വെരി ഗുഡ് മോർണിംഗ് അഷിൻ. നമ്മൾ ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ വിശദ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നടപടി വേണ്ട എന്ന സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഈ ബ്യൂറോക്രസിയുടെ ഈ പ്രൊസീജിയറുകളുടെ പർച്ചേസിന്റെ നൂലാമാലകൾ ഒഴിവാക്കണം, സിസ്റ്റത്തിന് കുഴപ്പമുണ്ട് എന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞതിനെ ശരിവച്ചിരിക്കുകയല്ലേ അന്വേഷണ സമിതി? ആ അർത്ഥത്തിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ശരിയെന്നുള്ള സമ്മതിക്കൽ കൂടിയല്ലേ? അഷിൻ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലിൽ കാര്യമുണ്ട് എന്ന് തന്നെയാണ് ഈ വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ആദ്യം തന്നെ ഈ സിസ്റ്റത്തിൽ പ്രശ്നമുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് വിദഗ്ധ സമിതി. മാത്രമല്ല, വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ ഹാരിസ് പറയുന്നത് വസ്തുതയാണ് എന്നുള്ളൊരു കണ്ടെത്തൽ കൂടിയുണ്ട്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ സമയത്ത് ലഭ്യമാകാൻ കഴിഞ്ഞിരുന്നില്ല എന്ന ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ മുമ്പ് ഇത്തരത്തിൽ ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങളുടെ കുറവ് മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നൊരു കാര്യം കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡോക്ടർ ചൂണ്ടിക്കാട്ടിയ എല്ലാ പരാതികളിലും സത്യമുള്ളതായി തോന്നുന്നില്ല, പക്ഷേ ചിലതിൽ കാര്യമുണ്ട് എന്നു തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നതും. ഇപ്പോൾ നൽകിയത് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ്. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വകുപ്പാണ് യൂറോളജി എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസവും സങ്കീർണമായ ശസ്ത്രക്രിയകളാണ് ഇവിടെ നടക്കുന്നത് എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉപകരണങ്ങൾ വാങ്ങുന്ന പ്രക്രിയ ഏറെ സങ്കീർണമാണ് എന്ന് തന്നെയാണ് വിദഗ്ധ സമിതിയുടെയും അഭിപ്രായം. ഇതിനുള്ള പരിഹാരങ്ങളും അവർ തന്നെ ഈ നിർദ്ദേശിക്കുന്നുമുണ്ട്. നടപടിക്രമങ്ങളിലെ നൂലാമാലകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, പർച്ചേസിംഗ് നടപടികൾ സങ്കീർണമാണ്, അത് ലളിതമാക്കണം എന്നൊരു നിർദ്ദേശം കൂടി ഈ സമിതിയുടെ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉപകരണങ്ങൾ എത്താൻ കാലതാമസം ഉണ്ടാകുന്നുണ്ട്. ഇതും എത്രയും വേഗം പരിഹരിക്കേണ്ട വിഷയമാണ് എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, സൂപ്രണ്ടുമാർക്കും പ്രിൻസിപ്പൽമാർക്കും കൂടുതൽ സാമ്പത്തിക അധികാരം നൽകണം എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഡോക്ടർ ഹാരിസ് നടത്തിയിട്ടുള്ളത് സർവീസ് ചട്ടലംഘനമാണ് എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചത് തെറ്റായിപ്പോയി. മാത്രമല്ല, ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല എന്നുള്ളതും പ്രധാനമാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് തങ്ങളുടെ അന്വേഷണ പരിധിയിലുള്ളതല്ല എന്നുള്ളതാണ് ഈ സമിതി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഡോക്ടർക്കെതിരെ നടപടി വേണ്ട എന്നൊരു ശുപാർശ കൂടി ഈ സമിതിയിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. DME ഇന്ന് ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് പരിശോധിച്ച ശേഷമാകും ഈ ഡോക്ടർ ഹാരിസിനെതിരെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സിസ്റ്റത്തിൽ കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. അഷിൻ ഡിയാഗോയാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.